Good morning, all. Good morning, ma'am. Okay. Last class barriers to selection അല്ലേ എടുത്തിരുന്നത്? എടുക്കേണ്ടത് അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ബാരിയേഴ്സ് ടു സെലക്ഷൻ ആണ് എടുക്കുന്നത്. സെലക്ഷന് വരുന്ന തടസ്സങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാല് സെലക്ഷൻ ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അപ്രോച്ച് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് വേ ഇല്ല. കാരണം കറക്റ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യാന്നുള്ള ഒരു പെർഫെക്റ്റ് വേ ശരിക്കും പറഞ്ഞാൽ സെലക്ഷൻ ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ടൈപ്സ് ഓഫ് സെലക്ഷൻസും ഇത്രയും ടൈപ്സ് ഓഫ് അപ്രോച്ചുകളും സെലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ഉള്ളത്. Then നെക്സ്റ്റ് ഒരു ബാരിയർ ആണ് ചേഞ്ചിങ് ഇൻ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഡേ ടു ഡേ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എംപ്ലോയീസ് നമ്മൾ സെലക്ട് ചെയ്തത് ചിലപ്പോൾ ഔട്ട്ഡേറ്റഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സമയത്ത് ആ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും നമ്മുടെ കമ്പനിയിൽ യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ടാലി അറിയാവുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ബട്ട് നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോഴെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കമ്പനിയിലെ ഓർഗനൈസേഷനിൽ. സോ നമ്മൾ സെലക്ട് ചെയ്ത വ്യക്തിക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ട് നോളജ് ഇല്ല. സോ അത് നമ്മുടെ കമ്പനിയുടെ വർക്കിങ്ങിനെ അത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ എൻവയോൺമെന്റ് ചേഞ്ച് ആകുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ എംപ്ലോയീസിനെ അല്ലെങ്കിൽ സെലക്ഷന് ഒരു ബാരിയർ ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ടൈം ആൻഡ് കോസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബാരിയർ ആണ്. ടൈം ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് മുതൽ സെലക്ഷൻ വരെയുള്ള പ്രോസസ്സ്, സെലക്ഷൻ കഴിഞ്ഞാൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അങ്ങനെ ഇഷ്ടം പോലെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. നമ്മൾ നോക്കി ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് നമ്മൾ നോക്കി. ഇതൊരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ ബാരിയർ എന്താണ്, ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ് ആണ്. റിസപ്ഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ്, ധാരണ എന്ന മലയാളത്തിൽ പറയുന്നത്, നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് റൈറ്റ് ആണെന്ന് വിചാരിച്ചു നമ്മൾ സെലക്ട് ചെയ്തു. ബട്ട് നമ്മൾ ധാരണ റോങ് ആയിരുന്നു. സോ നമ്മൾക്ക് ബാഡ്ലി എഫക്ട് ചെയ്യും നമ്മുടെ ബിസിനസ്സിനെ, അല്ലെങ്കിൽ ബിസിനസ്സിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിനെ അത് ബാഡ്ലി എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫെയർനെസ് അതെന്ന് വെച്ചാൽ ന്യായമായിട്ടുള്ള ഒരു വ്യക്തിനെ തന്നെ നമ്മൾ സെലക്ട് ചെയ്യണം. ഫെയർനെസ് എന്ന് പറയുമ്പോൾ ഡിസ്ക്രിമിനേഷൻ ഒന്നും കാണിക്കാനായിട്ട് പാടില്ല. നമ്മൾ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ റിലീജിയനോ റേസോ ജെൻഡറോ നോക്കി നമ്മളൊരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, സെലക്ഷൻ നടത്താനായിട്ട് പാടില്ല. ദെൻ വാലിഡിറ്റി, നമ്മൾ ആ സെലക്ട് ചെയ്ത വ്യക്തി വാലിഡ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ആയിരിക്കണം സെലക്ട് ചെയ്തത്. ആ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് നമ്മൾ അസൈൻ ചെയ്യുന്ന ജോബ് കറക്റ്റ് ആയിട്ട് വാലിഡ് ആയിട്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം. നെക്സ്റ്റ് ആണ് റിയലബിലിറ്റി. റിയലബിൾ എന്ന് പറഞ്ഞാല് വിശ്വസിക്കാൻ പറ്റുന്ന റിയലബിൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇന്റർവ്യൂ റിസൾട്ട് വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് റിയലബിൾ ആയിട്ടുള്ള ഒരു റിസൾട്ടിലൂടെ മാത്രമായിരിക്കണം നമ്മൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. പ്രഷർ ഓൺ സെലക്ടേഴ്സ്, സാധാരണയായിട്ട് ഈ സെലക്ഷന്റെ സമയത്ത് ഇന്റർവ്യൂ അതായത് സെലക്ഷൻ ടീമിന് എന്തുണ്ടാവും, ഈ പ്രഷർ കൂടുതലായിരിക്കും, സമ്മർദ്ദം കൂടുതലായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ട് എന്താണ് ഈ അത്രയും അർജന്റ് ആയിട്ടുള്ള വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ടോപ്പ് മാനേജ്മെന്റിന് വളരെയധികം എന്താണ് ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഉണ്ടാവും. സോ നമ്മൾ കമ്പൽസറി നമ്മൾ ആ ഒരു പ്രഷർ ഹാൻഡിൽ ചെയ്തതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ, ബാരിയേഴ്സ് ടു സെലക്ഷൻ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ നോക്കുന്നത് ഡൈവേഴ്സിറ്റി ഓഫ് സെലക്ഷൻ അപ്രോച്ച് ആണ്. The validity of selection approach and test represent that there is no one perfect way to choose the manager. അപ്പോൾ നമ്മൾ സെലക്ഷൻ അപ്രോച്ച് അല്ലെങ്കിൽ ടെസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ
നമ്മളുടെ സെലക്ട് ചെയ്യുന്ന ആ ഒരു അപ്രോച്ചിൽ നോ പെർഫെക്റ്റ് വേ, ഒരു പെർഫെക്റ്റ് വേ ഇല്ല. റൈറ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിട്ടൊരു വേ ഇല്ല എന്നതാണ്. ഈ ചേഞ്ചിങ് ദ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, organizational environment has a tendency to change within the period of time. നമ്മുടെ ഓർഗനൈസേഷന്റെ അകത്ത് ആ എൻവയോൺമെന്റിൽ ടൈം ടു ടൈം ചേഞ്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട്. The organizational environment is also influenced by designated personnel. എന്ന് വെച്ചാല് നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തികൾ ഈ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Everyone has its own working style. ഓരോ വ്യക്തിക്കും അവരുടേതായ രീതിയിലുള്ള ഒരു വർക്കിംഗ് സ്റ്റൈൽ ആയിരിക്കും. ആൻഡ് ആസ് എ റിസൾട്ട് ദേ ഇൻട്രൊഡ്യൂസ് ഡിഫറെന്റ് മാനേജീരിയൽ വാല്യൂ. അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് റിസൾട്ട് ആയിട്ട് ഡിഫറെന്റ് മാനേജീരിയൽ വാല്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സ്റ്റൈൽ ആസ് ആൻഡ് വെൻ ദേ കെയിം ഇൻ ടു പവർ. ഓരോ വ്യക്തിയുടെയും സ്റ്റൈൽ ഓഫ് വർക്കിങ്ങും കാര്യങ്ങളിലും മാറ്റമുണ്ടാകും. ചിലപ്പോൾ ഓർഗനൈസേഷന്റെ വർക്കിംഗിൽ നിന്ന് എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും ആ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾക്ക് സെലക്ട് ചെയ്ത ആ ഒരു വ്യക്തിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത്. Thus, the technique and instrument used for the selection process are not a definite way to forecast what people will do. നമ്മളിപ്പോ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു ഇന്റർവ്യൂ ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്യുന്ന വ്യക്തി നമ്മളുടെ ഓർഗനൈസേഷന്റെ അതേ രീതിയിൽ അതേ വർക്കിംഗ് എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ആളാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യൂസ്ഡ് ഫോർ സെലക്ഷൻ പർപ്പസ് ആർ നോട്ട് എ ഡെഫിനിറ്റ് വേ ടു ഫോർകാസ്റ്റ്. ഇത് നമുക്ക് എന്താണ് സെലക്ഷൻ പ്രോസസ്സിലൂടെ ഒരു വ്യക്തി എന്താണ് ഭാവിയിൽ ചെയ്യാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ കേപ്പബിലിറ്റി എന്തായിരിക്കും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് വരാം. ജസ്റ്റ് അതിനോട് അടുത്ത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും അദ്ദേഹം ചെയ്യുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ചേഞ്ചിങ് ഇൻ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ്, നമ്മുടെ ഓർഗനൈസേഷണൽ എൻവയോൺമെന്റ് ടൈം ടു ടൈം എന്തുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ വർക്കേഴ്സിനും അവരുടേതായ വർക്കിംഗ് സ്റ്റൈല് ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന 3 ടീച്ചേഴ്സാണ് അല്ലെ, ഞാനടക്കം 3 ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് എക്സാമിന് ക്ലാസ് പോകുന്നത്. വന്ദന മിസ്, സോണിയ മിസ്, ഞാൻ. ഈ 3 ടീച്ചറിന്റെ ക്ലാസ് 3 രീതിയിലല്ലേ, 3 പേരെടുക്കുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനിലേക്ക് നമ്മൾ അപ്പോയിന്റ് ആകുമ്പോൾ നമ്മളുടേതായ രീതിയിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. ചിലപ്പോൾ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലും ലോ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്, ചിലപ്പോൾ നമ്മൾ അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നതിലും കുറച്ച് നല്ല ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാം. അപ്പോൾ അത് നമുക്ക് മുൻകൂട്ടി പറയാനായിട്ട് പറ്റുമോ? സെലക്ട് ചെയ്യുന്ന സമയത്ത് പറയാൻ പറ്റുമോ? ഇല്ല. കറക്റ്റ് ആയിട്ട് അവർ ലോ ആയിട്ട് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല ഹൈ ആയിട്ട് നല്ല രീതിയിൽ അവർ ഹാൻഡിൽ ചെയ്യുന്നു നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സക്സസ് ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാരിയർ ആണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. നെക്സ്റ്റ് ബാരിയർ ആണ് ടൈം ആൻഡ് കോസ്റ്റ് എക്സ്പെൻസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് എലമെന്റ് ഇൻ ദ സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആർ ദ ടൈം ആൻഡ് കോസ്റ്റ് ഇൻകേർഡ് വൈൽ ടേക്കിംഗ് HR ഡിസിഷൻ. നമ്മള് ടൈം റിക്രൂട്ട്മെന്റ് സെലക്ഷന്റെ ടൈമിൽ നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു കാര്യമാണ് ടൈം ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്രയും എമൗണ്ട് ഓഫ് മണി അത്രയും ടൈമിൽ സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇറ്റ് ബിക്കം നെസസറി ടു റെക്കഗ്നൈസ് ദീസ് എലമെന്റ്സ് സച്ച് ആസ് advertising expense, agency fee, cost of test material, time spent in interview process, cost incurred in reference check, medical examination, etc. So, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സെലക്ഷനെ സംബന്ധിച്ച് ടൈം ആൻഡ് കോസ്റ്റ് ആണ്. HR ഡിസിഷനിൽ ടൈം ആൻഡ് കോസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു എംപ്ലോയിയെ സെലക്ട് ചെയ്യുമ്പോൾ ആ എംപ്ലോയി അത്രയും പെർഫെക്റ്റ് ആയിട്ട് ആ ജോബ് ചെയ്യും എന്ന് ഉറപ്പ് കൺഫേം ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്താൽ മതി. അല്ല നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും സെലക്ട് ചെയ്യരുത്. കാരണം നമുക്ക് അത്ര ഹ്യൂജ് എക്സ്പെൻഡിച്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, ഏജൻസി ഫീ, കോസ്റ്റ് ഓഫ് ടെസ്റ്റ് മെറ്റീരിയൽ, ടൈം സ്പെൻഡ്, ഇന്റർവ്യൂവിന് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുന്നു, റെഫറൻസ് ചെക്കിന് വരുന്ന കോസ്റ്റ്, മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ വരുന്ന കോസ്റ്റ്, ഇതെല്ലാം സ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയെ സെലക്ട് ചെയ്യുന്നത്. അദ്ദേഹം നമ്മൾ പ്രതീക്ഷിച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ നമ്മുടെ സെലക്ഷൻ റോങ് ആയിട്ടാണ് മാറുക. ഇനി പെർസെപ്ഷൻ ആണ്.
സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത് തന്നെ ഒരു ധാരണയുടെ പുറത്താണ് അല്ലെ? നമുക്ക് കറക്റ്റ് ഒരു ധാരണയുടെ പുറത്താണ് നമ്മുടെ ഈ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. Another barrier in selecting the right candidates is lack of ability to understand others correctly. ഒരു വ്യക്തിയെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളുടെ ഒരു ബാരിയർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. Selection requires an individual or group to measure and compare representative competency of others. ഓരോ വ്യക്തിയുടെയും കോമ്പിറ്റൻസി മനസ്സിലാക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല. With the objectives of choosing the right candidates for the right job. റൈറ്റ് കാൻഡിഡേറ്റ്സിന് റൈറ്റ് ജോബിന് സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അവരുടേതായ ഒരു പെർസെപ്ഷൻസ് ഉണ്ടാവും, ഒരു ധാരണ ഉണ്ടാവും. അത് ഡിഫറെന്റ് രീതിയിലായിരിക്കും. നമ്മൾ ഇന്റർവ്യൂ ബോർഡിൽ 3 പേരുണ്ടെങ്കിൽ 3 പേരുടെയും ധാരണ 3 ആയിരിക്കും. However, our views are much personalized in nature. നമ്മളുടെ ഓരോരുത്തരുടെയും പേഴ്സണലൈസ്ഡ് നേച്ചറിലാണ് നമ്മുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ എക്സ്പീരിയൻസ്, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഓരോ അഭിപ്രായങ്ങളും നമ്മൾ പ്രകടിപ്പിക്കുന്നത്. Everyone perceives the world in different manners. ഓരോരുത്തരും കാണുന്ന ലോകം ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. ആ restricted perception ability, നമ്മള് മുൻകൂട്ടി കാണാനുള്ള ഒരു ധാരണ അതൊക്കെ റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ is clearly an uncertain barrier to the logical selection of the people. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്കൊരു അൺസർട്ടൻ ആയിട്ടൊരു ബാരിയർ ആയിട്ട് മാറും. കാരണം ഒരു ലോജിക്കൽ ആയിട്ടുള്ള സെലക്ഷൻ നടത്തുമ്പോൾ നമ്മുടെ ധാരണ തന്നെ റോങ് ആണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇനി ഫെയർനെസ് ആണ്. നമ്മൾ ഡിസ്ക്രിമിനേഷന്റെ ബേസിൽ ഒരിക്കലും സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പാടില്ല. ചില ടീച്ചേഴ്സിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. നമ്മളിപ്പോ ടീച്ചിങ്ങിനൊക്കെ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടീച്ചിങ്ങിന്റെ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ചില സ്ഥാപനങ്ങളില് ആ സ്ഥാപനം ഏത് കാസ്റ്റിന്റെ ബേസിലാണോ ആ ഒരു കാസ്റ്റിൽ പെട്ട ടീച്ചേഴ്സിനെ മാത്രമേ അവർ സെലക്ട് ചെയ്യുള്ളൂ. റിലീജിയന്റെ ബേസിൽ മാത്രമായിരിക്കും അവിടെ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലായോ? നമ്മള് ഒരാൾക്ക് ജോലി കൊടുക്കുമ്പോൾ നമ്മളുടെ അതേ കാസ്റ്റിൽ പെട്ടൊരു വ്യക്തിയാണോ എന്ന് നോക്കിയിട്ടായിരിക്കും ജോലി കൊടുക്കുന്നത്. അപ്പോ അവിടെ പുറത്ത് അതിന് നല്ല രീതിയിൽ എക്സ്പീരിയൻസും നല്ല രീതിയിൽ ആ ജോബ് പെർഫോം ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള വ്യക്തി പുറത്ത് നിൽക്കുമ്പോഴായിരിക്കും അവർ ഈ കാസ്റ്റിന്റെ ബേസിൽ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നത്. അതേപോലെ തന്നെ പിന്നെ ഒരു ഡിസ്ക്രിമിനേഷൻ കോമൺലി നമ്മൾ സ്ത്രീകൾ ഫേസ് ചെയ്യുന്നതാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. കാരണം ഇപ്പൊ ടീച്ചിങ് ആൻഡ് നേഴ്സിംഗ് ഫീൽഡ് ഒഴികെ ബാക്കി ഏതൊരു ഫീൽഡ് നോക്കിയാലും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വളരെ കൂടുതലാണ്. കൂടുതലും സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരെ സെലക്ട് ചെയ്യാനാണ് മിക്ക കമ്പനീസും ഇൻട്രസ്റ്റ് കാണിക്കുന്നത്. കാരണം നമ്മൾ റീസൺ പറയുന്നത് കമ്മിറ്റ്മെന്റ്സ്, നമ്മള് പെട്ടെന്ന് ലീവ് ആക്കും അല്ലെങ്കിൽ ലീവ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർ സെലക്ട് ചെയ്യാം. ഓക്കെ, ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫെയർനെസ് in selection process need that there is no discrimination. Discrimination or biases illa ennu urakkuvarthana. No discrimination and biases against any individual on the basis of religion, race, gender, etc. നമ്മുടെ റിലീജിയന്റെ ബേസിലോ റേസിന്റെ ബേസിലോ ജെൻഡറിന്റെ ബേസിലോ ഡിസ്ക്രിമിനേഷൻ ഒന്നും നമ്മൾ ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. However, the attempt to reduce the gap have not been a very effective. നമ്മള് മാക്സിമം ഇങ്ങനെയുള്ള ഒരു റേസിന്റെ ബേസിലായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ. The less number of women and other underprivileged section of the society in middle and senior management position and open discrimination on the basis of age in job advertisement and in selection process are visible example of discrimination. നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് മാനേജ്മെന്റ് പൊസിഷനുകളൊക്കെ നോക്കുകയാണെങ്കിൽ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. അതേപോലെ തന്നെ എന്താ പറയാ, ഒരു നമ്മുടെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സെഷൻ സൊസൈറ്റിയിലുള്ള സെക്ഷൻസും വളരെ കുറവാണ്. എന്നുവെച്ചാൽ അവരെ സെലക്ട് ചെയ്യില്ല. സോ അങ്ങനെ ഡിസ്ക്രിമിനേഷൻ നമ്മൾ കാണിക്കാനായിട്ട് പാടില്ല. നമ്മളിപ്പോ ജോബ് അഡ്വർടൈസ്മെന്റ് സമയത്ത് തന്നെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് വിസിബിൾ ആയിരിക്കും. ഇപ്പോ അക്കൗണ്ടന്റ് പോസ്റ്റ്, ഏജ്,
എന്താണ് 25 to 30 അല്ലെങ്കിൽ 35. 35 കഴിഞ്ഞുള്ളവരോടുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ് മെയിൽ കാൻഡിഡേറ്റ്സ് എന്താണ് പ്രിഫേർഡ് എന്ന് കാണാം. അപ്പൊ അതെന്താണ് സ്ത്രീകളോടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ആണ്. അപ്പൊ ആ ഒരു ജോബ് പോസ്റ്റിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് അവർ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഡിസ്ക്രിമിനേഷനും സെലക്ഷനും ഒരു ബാരിയർ ആയിരിക്കും. ശരിക്കും പറഞ്ഞാല് അങ്ങനെ സെലക്ട് ചെയ്യുന്നവർക്ക് അറിയില്ല നമ്മൾ സ്ത്രീകളാണ് കുറച്ചും കൂടി കമ്മിറ്റ്മെന്റും നമ്മള് കൂടുതലുള്ളത്. കാരണം ഫാമിലിയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോ അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് ആണ്. നമ്മളോട് പറയണം സ്ത്രീകളായതുകൊണ്ട് ഇപ്പം ഇൻക്ലൂഡിങ് മീ, ഞാൻ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എനിക്ക് ഫീൽ ചെയ്തു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്തുകൊണ്ട് എന്നെ മാത്രം ആ ഒരു കാൻഡിഡേറ്റ്സ് സ്കോർ ചെയ്തേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തിട്ടും എന്തുകൊണ്ട് എന്നെ ആ ഒരു ജോബ് പൊസിഷനിൽ നിന്ന് മാറ്റിയെന്ന് ആലോചിച്ച് ഭയങ്കര നമുക്കൊരു ബാഡ് ഫീലിംഗ് തോന്നും. കാരണം നമ്മളുടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇപ്പൊ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ജോബിന് ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഡിസ്ക്രിമിനേഷൻ മേ ബി നിങ്ങൾ ഫേസ് ചെയ്യാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ സ്ത്രീകളാകുമ്പോൾ അവർ കാണുന്ന ഒരു എന്താ പറയാ ഒരു ഡ്രോബാക്ക് ആണ്. നമ്മൾ കൂടുതൽ ലീവ് എടുക്കും, നമുക്ക് കൂടുതൽ കമ്മിറ്റ്മെന്റ് കൂടുതലാണ്. കമ്മിറ്റ്മെന്റ് കൂടുതലുള്ള നല്ലതല്ലേ? കാരണം നമ്മുടെ വർക്കിലായാലും നമുക്ക് കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ഇനി വാലിഡിറ്റി ആണ്. In order to forecast the job performance of the candidates, the validity of the test is used. നമ്മള് കാൻഡിഡേറ്റ്സിന്റെ ജോബ് പെർഫോമൻസ് ഫോർകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്, ടെസ്റ്റിന്റെ വാലിഡിറ്റി യൂസ് ചെയ്യുന്നത്. A valid test can be easily find the gap between the candidates who are able to perform well and those who are not. അപ്പൊ കാൻഡിഡേറ്റ്സിന് ആർക്കൊക്കെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Therefore, any validated test cannot forecast job success accurately. നമുക്ക് വാലിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജോബ് സക്സസ് കറക്റ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ഇൻക്രീസ് ദ ചാൻസ് ഓഫ് സക്സസ്. അപ്പൊ ആ ഒരു മാർക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഒരു കാൻഡിഡേറ്റ്സ് മേ ബി സക്സസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആണ് റിയലബിലിറ്റി. An interview is said to be reliable only when it is generating consistent result again and again in simultaneous situation. ഒരു ഇന്റർവ്യൂ എപ്പോഴാണ് റിയലബിൾ ആകുന്നത്? നമ്മൾ ആ ഒരു ജനറേറ്റ് ചെയ്ത റിസൾട്ട് നമുക്ക് വീണ്ടും ആ ഒരു കാര്യം കറക്റ്റ് ആയിട്ട് ഏതൊരു സിറ്റുവേഷനും അത് ആ ഒരു റിസൾട്ട് നമുക്ക് അക്യൂർ ചെയ്യുമ്പോഴാണ്. സിമിലർ ടു വാലിഡേറ്റഡ് ടെസ്റ്റ്, എ റിയലബിൾ ടെസ്റ്റ് മേ fall short to forecast job performance accurately. അപ്പൊ വാലിഡേറ്റഡ് ടെസ്റ്റ് പോലെ തന്നെയാണ് റിയലബിൾ ടെസ്റ്റും. നമുക്ക് എപ്പോഴും ആ ജോബ് പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. മേ ബി അവർ ഇൻക്രീസ് ദ ചാൻസ് ഓഫ് സക്സസ്. നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് കാര്യങ്ങളും കണ്ടപ്പോൾ നമുക്ക് അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നൊരു പ്രതീക്ഷ നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം. അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ഒരു ബാരിയർ ആയിട്ട് നമുക്ക് പറയുന്നത് പ്രഷർ ഓഫ് സെലക്ടേഴ്സ്. നമ്മൾ ഈ സെലക്ഷന്റെ ടൈമില് പ്രഷർ നമുക്ക് കൂടുതലായിരിക്കും. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിനോ അങ്ങനെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ പിയർ ഗ്രൂപ്പ്സിനൊക്കെ നമുക്ക് മേ ബി ഒരു പ്രഷർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നമ്മുടെ റിലേറ്റീവ്സിന് പരിചയമുള്ള കാൻഡിഡേറ്റ്സ് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ കോൾ ചെയ്തിട്ട് പറയും, എന്റെ ഫ്രണ്ടിന്റെ മോനാണ് കേട്ടോ ആളെ എങ്ങനെയെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവിടെ ആളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും കൺസിഡർ ചെയ്യാതെ തന്നെ സെലക്ട് ചെയ്യേണ്ടി വരും. മേ ബി ആ ഒരു വ്യക്തി ശരിക്കും നമ്മുടെ കമ്പനിക്ക് എന്തായിരിക്കും വേണ്ടാത്തൊരാളായിരിക്കും. പക്ഷെ നമ്മളത് ഈ ഒരു റിലേഷൻ അധികം എന്ത് ചെയ്യേണ്ട ബ്രേക്ക് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരും. Sometimes candidates are selected only because of the pressure created on the selectors. സെലക്ടേഴ്സിന് മേലെ ഈ ഒരു പ്രഷർ വരുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ പ്രഷർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായിരിക്കും അവർ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്. ബൈ ദ പൊളിറ്റീഷ്യൻ, bureaucrats, relatives, friends and peer for the selection process. സെലക്ഷൻ പ്രോസസ്സിൽ ഇവര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അവർക്ക് എന്ത് വരുന്നത്, ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്. Obviously, the candidates select are not well
ഫോർ ദ ജോബ്സ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇവരുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ സെലക്ട് ചെയ്ത കാൻഡിഡേറ്റ്സ് ആ ജോബിന് ഒരിക്കലും ഫിറ്റ് ആവണം തന്നെ ഇല്ല. Generally, the selection meeting of the public sector undertaking take place because of this pressure. സാധാരണയായിട്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഉള്ള PSUs അവിടെയൊക്കെ സെലക്ഷൻ വരുമ്പോൾ ഈ പൊളിറ്റീഷ്യന്റെ ഒക്കെ വളരെയധികം ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. സോ ഈ ഒരു പ്രഷറിലായിരിക്കും നമ്മൾ കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കമ്പനീനെ അത് വളരെയധികം ബാഡ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളിത് നോക്കിയത് ബാരിയേഴ്സ് ഓഫ് സെലക്ഷൻ ആണ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കി.
ഓക്കെ, എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, ഇനി നമ്മള് ഈ ഒരു സെഷന്റെ ഒരു ലാസ്റ്റ് പോയിന്റിലേക്ക് വരാണ്. സെലക്ഷനും റിക്രൂട്ട്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എന്താണ് റിക്രൂട്ട്മെന്റ്, എന്താണ് സെലക്ഷൻ എന്ന് നമ്മൾ നോക്കി. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോസസ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്, ഫസ്റ്റ് പ്രോസസ്സായിരുന്നു എന്ത് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ എന്താണ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അവരെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഫൈൻഡിങ് ഔട്ട് ദ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ് ഫോർ ഫില്ലിംഗ് ആക്ച്വൽ ആൻഡ് പ്രൊജക്റ്റഡ് വേക്കൻസീസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഭാവിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്യും. അതിൽ നിന്ന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കന്റിനെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സാധാരണ റിക്രൂട്ട്മെന്റ് സീക്വൻസ് എന്ന് പറയുന്നത് ടൈമാണ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആ ടൈം പീരീഡിനെയാണ് പറയുന്നത്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്ടഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിന് മുമ്പാണ് റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സെലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റിന് ശേഷമായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റിന് ശേഷമായിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു, ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തതിനു ശേഷമായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി റിക്രൂട്ട്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അട്രാക്ട് ദ മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. മാക്സിമം നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് ആ ഒരു ജോബ് പൊസിഷന് വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ എയിം എന്ന് പറയുന്നത്. എത്ര നമ്പർ ഓഫ് ആപ്ലിക്കൻസിന് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും അത്രയും ബെനിഫിഷ്യൽ ആയിരിക്കും നമ്മുടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അത്രയും നല്ലതായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസിനെ നമ്മൾ അട്രാക്ട് ചെയ്യണം. സെലക്ഷൻ എന്ന് പറയുന്നത് ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ആപ്ലിക്കേഷൻസ് പോലെ നിന്ന്, ഈ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആ ജോബ് ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നതാണ് സെലക്ഷന്റെ എയിം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക. ഇനി റിക്രൂട്ട്മെന്റ് ശരിക്കും ഒരു പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾ ഈ ചാപ്റ്റർ പറഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറയുന്നതാണ്, റിക്രൂട്ട്മെന്റ് പോസിറ്റീവ് ഫംഗ്ഷൻ ആണ്, സെലക്ഷൻ ഒരു നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. കാരണം എന്താണ്, റിക്രൂട്ട്മെന്റിൽ എല്ലാ ആപ്ലിക്കൻസിനെയും നമ്മുടെ ആപ്ലിക്കേഷൻസും റിസീവ് ചെയ്യും. ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് നമ്മൾ റിസീവ് ചെയ്യും. എവിടെ? റിക്രൂട്ട്മെന്റ്. സെലക്ഷനെ സംബന്ധിച്ചത് നെഗറ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാല് ആ ഒരു വ്യക്തിനെ നമ്മൾ സെലക്ട് ചെയ്യും, ബാക്കി എല്ലാ ആപ്ലിക്കൻസും നമ്മൾ റിജക്ട് ചെയ്യല്ലേ. അതുകൊണ്ടാണ് സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് മെത്തേഡ്. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല എന്തിനുള്ളത്, റിക്രൂട്ട്മെന്റിനുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നമുക്ക് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ്. ബട്ട് സെലക്ഷന് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. ഡിഫറെന്റ് സെലക്ഷൻ പ്രോസസ്സുകൾ നമ്മൾ നോക്കാം. അപ്പൊ നമ്മൾ നോക്കിയത് എന്താണ്, മെത്തേഡാണ് പറഞ്ഞത്. റിക്രൂട്ട്മെന്റ് നോട്ട് കോംപ്രിഹെൻസീവ് മെത്തേഡാണ്. അത്യാവശ്യം കോംപ്രിഹെൻസീവ് അല്ലാത്ത രീതിയിലാണ് റിക്രൂട്ട്മെന്റ് വരുന്നത്. ഒരുപാട് സ്കില്ലോ ഹൈ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സണൽസോ ഒന്നും എന്തിനു വേണ്ട, റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ട. പക്ഷേ സെലക്ഷനെ സംബന്ധിച്ച് സെലക്ഷൻ ഈസ് എ വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡാണ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ വേണം, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാൻ, ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്ത് ഇന്റർവ്യൂവിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ വേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തിരി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് എന്ത്, സെലക്ഷൻ കമ്പയർഡ് ടു റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോൾ സെലക്ഷൻ കുറച്ച് കോംപ്രിഹെൻസീവ് ആണ്. ഇനി സർവീസ് കോൺട്രാക്ട്. സർവീസ് കോൺട്രാക്ട് സെലക്ഷൻ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് കോൺട്രാക്ട് ഒന്നും എന്ത് ചെയ്യില്ല, എൻറ്റർ ചെയ്യില്ല.
പക്ഷേ ഒരു എംപ്ലോയിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് സൈൻ ചെയ്യും. നമ്മൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് പഠിച്ചത് ഓർമ്മയുണ്ടോ? എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് സൈൻ ചെയ്യുന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? നമ്മൾ എഗ്രിമെന്റിലേക്ക് വരും. കോൺട്രാക്ട് ഓർമ്മയില്ല? എന്താ റെസ്പോണ്ട് ചെയ്യാത്തേ? എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് ലാസ്റ്റ് മുമ്പത്തെ പോർഷൻ ആയിരുന്നു. അപ്പോ നമ്മൾ കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ് സൈൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യേണ്ടതായിട്ട് കഴിയും. അപ്പോൾ സെലക്ഷൻ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ഒരു കമ്പനിയുടെ എംപ്ലോയി ആയിട്ട് മാറുന്നത്. അതിനുശേഷമായിരിക്കും നമ്മൾ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ സൈൻ ചെയ്തതിനു ശേഷമായിരിക്കും നമ്മൾ എംപ്ലോയി ആയിട്ട് മാറുന്നത്. റിക്രൂട്ട്മെന്റ് സമയത്ത് അങ്ങനെ നമുക്ക് എന്തില്ല, കോൺട്രാക്ട് ഒന്നും ഇല്ല. ഇനി റിക്രൂട്ട്മെന്റ് റിസൾട്ട് എന്താണ്? മാക്സിമം ആപ്ലിക്കേഷൻ പൂൾ. ആപ്ലിക്കേഷൻ നമ്പേഴ്സ് എത്ര ഇൻക്രീസ് ചെയ്യാൻ പറ്റുമോ അത്രയും ഇൻക്രീസ് ചെയ്യുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ ആവശ്യം. റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. സെലക്ഷൻ എന്ന് പറയുന്നത് ഫ്യൂ കാൻഡിഡേറ്റ്സ് മതി നമ്മുടെ ജോബ് ചെയ്യാനായിട്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് മതി. അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ ആ ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക എന്നതാണ് സെലക്ഷൻ പ്രോസസ്സിന്റെ റിസൾട്ട്. നമുക്ക് ഡിഫറൻസ് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ആദ്യം പറയുന്നത് സീക്വൻസ് ആണ്. റിക്രൂട്ട്മെന്റ് ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ബിഫോർ ദ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ്സിന് മുമ്പായിട്ടായിരിക്കും റിക്രൂട്ട്മെന്റ് കണ്ടക്ട് ചെയ്യുന്നത്. സെലക്ഷൻ ഈസ് ഓൾവേസ് കണ്ടക്റ്റഡ് ആഫ്റ്റർ ദ റിക്രൂട്ട്മെന്റ് പ്രോസസ്. സെലക്ഷൻ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്തതിന് ശേഷം ആണ് എന്ത് കണ്ടക്ട് ചെയ്യുന്നത്? റിക്രൂട്ട്മെന്റിന് ശേഷമായിരിക്കും സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് the main objectives of recruitment is to attract maximum number of potential candidates. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ അട്രാക്ട് ചെയ്യുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം. ഇൻ ഓർഡർ ടു ഗെറ്റ് ലാർജ് ആപ്ലിക്കേഷൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. The main objective of selection is to choose the best suitable candidate from the applicant pool. അപ്പോൾ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്, സെലക്ഷന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ് എന്താണ്? ആപ്ലിക്കന്റ് പൂളിൽ നിന്ന് ആപ്ലിക്കേഷൻ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തില്ലേ, അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആൻഡ് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുക എന്നത് സെലക്ഷന്റെ മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. നെക്സ്റ്റ് ആണ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് ഈസ് എ പോസിറ്റീവ്. റിക്രൂട്ട്മെന്റ് ഈസ് കോൾഡ് ആസ് എ പോസിറ്റീവ് പ്രോസസ്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. ബിക്കോസ് ഇറ്റ് ഇൻവോൾവ് ദ പ്രോസസ് ഓഫ് ജനറേറ്റിംഗ് ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻ. ഇത് പോസിറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയാൻ കാരണം ഇത് ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മുടെ കമ്പനിയിലേക്ക് വരുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ റിസീവ് ചെയ്യുന്നുണ്ട്. സെലക്ഷൻ നെഗറ്റീവ് പ്രോസസ് ആണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് റിജക്ട് ചെയ്യുക എന്നത് തന്നെയാണ് സെലക്ട് ചെയ്യുക സെലക്ഷന് മെയിൻ ആയിട്ടുള്ള എയിം. നമുക്ക് ആവശ്യമുള്ള ഒരു കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും റിജക്ട് ചെയ്യുകയാണ്. ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് റിജക്റ്റഡ് ആവുന്നത് കൊണ്ടാണ് നമ്മൾ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ് എന്ന് പറയുന്നത്. സെലക്ഷൻ ഈസ് കോൾഡ് എ നെഗറ്റീവ് പ്രോസസ് because it involves the process which reject a large number of applicants and only few applicants are selected for the job. അപ്പോൾ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. ഇവിടെ നമ്മൾ ലാർജ് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് റിജക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഫ്യൂ ബെസ്റ്റ് ആപ്ലിക്കൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അത്ര കോംപ്രിഹെൻസീവ് ആയിട്ടൊരു മെത്തേഡ് അല്ല, സിമ്പിൾ ആണ്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ആർ നോട്ട് വെരി കോംപ്രിഹെൻസീവ് ആൻഡ് therefore there is no more a recruitment of a person with a highly skilled person. റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന വ്യക്തി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തി ആവണമെന്നില്ല റിക്രൂട്ട്മെന്റ് പ്രോസസ് കണ്ടക്ട് ചെയ്യാൻ. ഇതിന് ആ ഒരു പ്രോസസ്സിൽ അത്യാവശ്യം നോളജ് മാത്രം മതി. അപ്പോൾ റിക്രൂട്ട്മെന്റ് അത്ര കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സ് അല്ല.
But selection, very specialized method are required in selection process. നമുക്ക് specialized ആയിട്ടുള്ള methods selection process ആവശ്യമാണ്. Therefore, in this process, only skilled persons like expert of selection or conducting interview, etc. are considered. അപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമേ നമുക്ക് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം നമ്മൾ സെലക്ഷന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് സർവീസ് കോൺട്രാക്ട്. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഒരിക്കലും സർവീസ് കോൺട്രാക്ട് ആയിരിക്കില്ല. Okay, service contract are not the outcome of recruitment process. Recruitment process ന്റെ outcome ഒരിക്കലും service contract ആയിരിക്കില്ല. Then selection. There is a service contract between employer and the selected candidates. So selection result എന്താണ്? Service contract ആണ്. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയറും സെലക്ടഡ് കാൻഡിഡേറ്റ്സും തമ്മിൽ ആ ഒരു സർവീസ് കോൺട്രാക്ട് സൈൻ ചെയ്യുക എന്നതാണ്. ഇനി റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ ആക്ച്വൽ റിസൾട്ട് ആണ് പറയുന്നത്. റിക്രൂട്ട്മെന്റ് റിസൾട്ട് ഇൻ pool of application which serves as input for the selection process. Large number of applicant pool ne create ചെയ്യുക എന്നതാണ് റിക്രൂട്ട്മെന്റിന്റെ എയിം. ഇതിനു വേണ്ടിയിട്ട് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ട ഇൻപുട്ട് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് selection process result in the form of selecting the final candidates who will get the job offer. ആ job offer കിട്ടുന്നത് അല്ലെങ്കിൽ ആ job offer കൊടുക്കുന്ന റൈറ്റ് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ഫൈനൽ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ജോബിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക എന്നതാണ് സെലക്ഷന്റെ റിസൾട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഒരുപാട് വായിക്കാനില്ലെന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടേക്കാം കേട്ടോ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? റിക്രൂട്ട്മെന്റ് ബിഫോർ ആണ്, സെലക്ഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ ആണ് നമ്മൾ സെലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അട്രാക്ട് മാക്സിമം നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ ആപ്ലിക്കൻസിനെ സെലക്ട് ചെയ്യുക, ചൂസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ്. റിക്രൂട്ട്മെന്റ് ഒരു പോസിറ്റീവ് പ്രോസസ് ആണെങ്കിൽ സെലക്ഷൻ ഒരു നെഗറ്റീവ് പ്രോസസ് ആണ്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഒരിക്കലും കോംപ്രിഹെൻസീവ് അല്ല, നോട്ട് കോംപ്രിഹെൻസീവ് ആണ്. വെരി സ്പെഷ്യലൈസ്ഡ് മെത്തേഡ് ആണ് സെലക്ഷൻ പ്രോസസ്സിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോ മോർ റിക്വേർഡ്. ഇവിടെ നോ മോർ എന്താണ്? ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണ്ട. ഇവിടെ എങ്ങനെയാണ്? the process skilled persons like expert of selection test conducting interview ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സുകൾ വേണം. നെക്സ്റ്റ് ആണ് സർവീസ് കോൺട്രാക്ട് ആർ നോട്ട് ദ ഔട്ട്കം ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. എന്നാൽ സർവീസ് കോൺട്രാക്ട് നോട്ട് ദ ഔട്ട്കം ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. നോട്ട് സർവീസ് കോൺട്രാക്ട് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി സെലക്ടഡ്. ഇവിടെ നമുക്ക് സർവീസ് കോൺട്രാക്ട് ഉണ്ട്. റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് റിസൾട്ട് പൂൾ ഓഫ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. സെലക്ഷന്റെ പ്രോസസ്സിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് സെലക്ടിങ് ദ ഫൈനൽ കാൻഡിഡേറ്റ്സ് ആണ്. ഫൈനൽ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക എന്നതാണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കാൻ പറ്റുമോ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ? എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്ക് കേട്ടോ.
എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഇനി നമ്മള് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാണ്. ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ. നിങ്ങൾ ഓറിയന്റേഷൻ ക്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിഷാന്ത് സായിരുന്നു, എനിക്ക് തോന്നുന്നു നിഷാന്ത് സായിരുന്നു ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുത്തത്. നെക്സ്റ്റ് ജയദേവ് സാറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. ആ രണ്ട് ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടിയത് അല്ലെ? ഇതേപോലെ തന്നെയാണ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചിട്ടും കാര്യങ്ങളെ കുറിച്ചിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിഷാന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞത്. ഇത് തന്നെയാണ് നമ്മളൊരു എംപ്ലോയി ആയിട്ടൊരു സ്ഥാപനത്തിലേക്ക് കയറുമ്പോൾ ആ ഒരു സ്ഥാപനത്തിനെ കുറിച്ചിട്ട് നമുക്ക് പറഞ്ഞു തരണം, നമ്മൾ ഫെമിലിയർ ആക്കണം അല്ലെ? പ്രസന്റ് എംപ്ലോയീസിനോട് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്ത എംപ്ലോയീസിനോടൊക്കെ നമ്മൾ ഇന്നൊരു വ്യക്തിയാണ്, ഇന്നൊരു പോസ്റ്റിലേക്കാണ് വന്നത് എന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ? അതേപോലെ നമ്മൾക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റും നമ്മുടെ ക്യാബിനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ പ്രോസസ്സ്. ഓക്കെ, നമ്മൾ നോർമലി പറയുന്ന ഇൻട്രൊഡക്ഷനെ തന്നെയാണ് ഇൻജെക്ഷൻ അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. കമ്പനിനെയൊക്കെ സംബന്ധിച്ച് ഒരു പുതുതായിട്ടൊരു കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു എംപ്ലോയി നമ്മുടെ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട് ആയി കഴിഞ്ഞാൽ അവർക്കൊരു ഓറിയന്റേഷൻ ക്ലാസ് കൊടുക്കും, അല്ലെങ്കിൽ ഇൻജെക്ഷൻ ക്ലാസ് പോലെ നമ്മൾ കൊടുക്കും. നമ്മുടെ സുപ്പീരിയറോ സീനിയറോ ആയിരിക്കും നമ്മുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, വർക്കും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The process of making new employee familiar with the present employees and the present employees and the present employees practice of the organization in term as orientation or injection. നമ്മുടെ ന്യൂ എംപ്ലോയി നമ്മൾ സെലക്ട് ചെയ്ത ന്യൂ എംപ്ലോയിനെ പാസ്റ്റ് എംപ്ലോയീസിന് ഫെമിലിയർ ആക്കുക. നമ്മുടെ ഓർഗനൈസേഷൻ പ്രാക്ടീസ്, ഓർഗനൈസേഷനിൽ ചെയ്യുന്ന വർക്ക്
അങ്ങനത്തെ കാര്യങ്ങളും അവർക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓൾ ആക്ടിവിറ്റി ഓഫ് ഇൻട്രൊഡക്ഷൻ ന്യൂ കാൻഡിഡേറ്റ്സ് to the organization and its department are involved in injection process. അപ്പോൾ നമ്മളുടെ ഇതിൽ വരുന്ന ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് വെച്ചാൽ ന്യൂ കാൻഡിഡേറ്റ്സിനെ നമ്മുടെ ഓർഗനൈസേഷന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഇൻജെക്ഷൻ ട്രെയിനിങ് ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ കമ്പനി ഹിസ്റ്ററി. ഇൻജെക്ഷൻ ട്രെയിനിങ്ങിന്റെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് കമ്പനിയുടെ ഹിസ്റ്ററി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങൾ ഫോളോ ചെയ്യണം, കമ്പനീസ് പോളിസീസ് ആൻഡ് മെഷേഴ്സ്, കമ്പനിയുടെ പോളിസീസും മെഷേഴ്സും നമ്മൾ ഫോളോ ചെയ്യണം. അതിനെ കുറിച്ചിട്ട് ക്ലാസ് ആയിരിക്കും ഇൻജെക്ഷൻ ട്രെയിനിങ് നമുക്ക് തരുന്നത്. ആൻഡ് ഈസ് ഓഫ്റ്റൻ യൂസ്ഡ് ആസ് എ മീൻസ് ഓഫ് എഫക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ ലേൺ ചെയ്യാം, എങ്ങനെ കാര്യങ്ങളൊക്കെ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യാം എന്നത് ഈ ഒരു ഇൻജെക്ഷൻ പ്രോഗ്രാമിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ദിസ് ടൈപ്പ് വേരി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ കമ്പനി. ഓരോ കമ്പനിനനുസരിച്ച് അവർ ഇൻജെക്ഷൻ പ്രോഗ്രാമിന് ഡിഫറൻസ് ഉണ്ടാവും. ഈച്ച് കമ്പനി ഷുഡ് മേക്ക് യൂസ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ ടു ഗോ വെൽ വിത്ത് ഇറ്റ്സ് ഓൺ സ്പെസിഫിക് നീഡ്സ്. അപ്പോ ഈ ഒരു സബ്ജക്ട് മാറ്റർ അവരിലേക്ക് നല്ല രീതിയിൽ എത്തുന്നുണ്ടോ എന്നതാണ് എല്ലാ കമ്പനികളും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. It becomes a necessity that introduction training program is well planned and presented in structured, appealing and useful manner with regardless of size. അതുകൊണ്ടാണ് എല്ലാ കമ്പനികളും ഇൻട്രൊഡക്ഷൻ ട്രെയിനിങ് പ്രോഗ്രാം നല്ല രീതിയിൽ വെൽ പ്ലാൻഡ് ആയിട്ട് വെൽ സ്ട്രക്ചേർഡ് ആയിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. Appropriate injection training is mainly legal necessity. ഇന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഇൻജെക്ഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സ്ഥാപനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് മന്ത് ചിലപ്പോൾ നമ്മൾ ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. അപ്പോൾ മന്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നല്ല സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കമ്പനിയിൽ ജോബ് പെർമനന്റ് ആയിരിക്കും. It is the formal duty of the employer to give fresh employee all significant information and training associated with the job and mainly related to health and safety. ഒരു ഫോർമൽ ഡ്യൂട്ടി ആണ് എംപ്ലോയറിന്റെ, ഒരു ഫോർമൽ ഡ്യൂട്ടി ആണ് ഫ്രഷ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഓൾ സിഗ്നിഫിക്കന്റ് ഇൻഫർമേഷൻസ്, നമ്മുടെ കമ്പനിയുടെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. ജോബിനെ കുറിച്ചിട്ട് അവരെ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് ഫോളോ ചെയ്യണം എന്നതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നത്. രണ്ട് ഡെഫിനേഷൻ ആണ് ഓറിയന്റേഷൻ പറയുന്നത്. അക്കോർഡിംഗ് ടു റോബർട്ട് എൽ സ്മിത്ത്, orientation is a process of planned introduction of an employee to their job, their co-workers and the organization. Orientation എന്ന് പറയുന്നത് പ്ലാൻഡ് ഇൻട്രൊഡക്ഷൻ ആണ്. നമ്മുടെ കാൻഡിഡേറ്റ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ കാൻഡിഡേറ്റ്സിന് പ്ലാൻഡ് ആയിട്ട് നമ്മുടെ കമ്പനിയുടെ ജോബിനെ കുറിച്ചിട്ട്, അവിടുത്തെ കോവർക്കേഴ്സിനെ കുറിച്ചിട്ട്, ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അക്കോർഡിംഗ് ടു ഗ്രേസ് ഡെസേഴ്സ്, orientation is a procedure for providing new employee with basic background information about the firm. Orientation എന്ന് പറയുന്നത് മറ്റൊരു ഡെഫിനേഷൻ ആണ്. ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ എംപ്ലോയീസിന് എന്താണ് നമ്മുടെ കമ്പനിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫേമിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഓറിയന്റേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഈ ക്ലാസ്സിൽ ഞാൻ മെയിൻ ആയിട്ട് എടുത്ത പോർഷൻ ബാരിയേഴ്സ് ഓഫ് സെലക്ഷനും പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ ആണ്. അത് നന്നായിട്ട് നോക്കിയിട്ട് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഓൾ. Thank you, ma'am.